ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റെഡ്മിയുടെ ഒരു ബഡ്ജറ്റ് ഫോണായ A1+ ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് ബോക്സിൻ്റെ എന്തൊക്കെ കണ്ടൻറ്റ് അവിടെ നിന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ബോക്സ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ബോക്സിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 9,999 രൂപയാണ്. പക്ഷേ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് സാധനം 7,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 6,500 7,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ഫീച്ചറൊക്കെ ഇവർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിച്ച് എൻ്റെ എന്തായിട്ടോ നോക്കാം. ആദ്യം തന്നെ മൊബൈലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ലുക്ക് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ അതിൻ്റെ ശേഷം അതിനകത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കവറ് ബോക്സിൻ്റെ അകത്ത് വരുന്നില്ല. അതിൻ്റെ ശേഷം ഒരു ഡേറ്റാ കേബിൾ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ USB to മൈക്രോ USB ഡേറ്റാ കേബിളാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല ലെങ്ത്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ളതാണ്. അതിന് ശേഷം ലാസ്റ്റായിട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. 10 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജറാണ് അതിൻ്റെ തോന്നുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അഡാപ്റ്ററിനും ഉണ്ട്, അതുപോലെ തന്നെ ചാർജിങ് കേബിളുണ്ട്. കവർ ബോക്സിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഡ്മി A1+ൻ്റെ ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോണിൻ്റെ ഡിസൈനിലോട്ട് പോകാം. ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 7,000 റേഞ്ചിലുള്ള ഫോണാണെന്ന് പറയത്തില്ല. ഒരു പ്രീമിയം 15,000 25,000 റേഞ്ചിലുള്ള ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എഡ്ജ് കർവ്ഡാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. താഴത്തായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. മേളിൽ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് തന്നെ AI ക്യാമറ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. എഡ്ജ് കർവ്ഡാണ്, ഒരു പ്രീമിയം ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കണമെങ്കിലും ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ക്രാഷസ് വരാനുള്ള ചാൻസസ് കുറവാണ്. ഓരോ എനിക്കിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഒരിക്കലും ഇതിൻ്റെ ഡിസൈൻ കണ്ടെങ്കിൽ ഒരു 7,000 റേഞ്ചുള്ള ഫോണാണെന്ന് പറയത്തില്ല. അപ്പോൾ നമുക്കിനി ഫോൺ ഓണാക്കാം. ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന 6.5 ഇഞ്ച് IPS HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. എന്തായാലും ഞാൻ ഇത് ഓണാക്കിയ ശേഷം ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് നിങ്ങളെ കാണിച്ചു തരാം. 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഓണാക്കി എൻ്റെ നിങ്ങൾക്ക് ക്ലീനായിട്ട് കാണിച്ചു തരാം. എന്തായാലും ഈ പ്രൈസ് റേഞ്ച് നമുക്ക് ഫുൾ HD+ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു നല്ല HD+ ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോൺ ഓണായിട്ടുണ്ട്. യൂസർ ഇൻ്റർഫേസ് നോർമൽ റെഡ്മി ഫോണിലുള്ള പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒരുപാടധികം ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. ഇതിലും വരുന്നുണ്ട്, എല്ലാ റെഡ്മി ഫോൺസിലും വരുന്നുണ്ട്. വളരെ സ്മൂത്താണ്. ടച്ചൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിക്സൽസൊക്കെ വളരെ കുറവാണ്. മേളിൽ നോ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ച് ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇതൊരു എൻട്രി ലെവൽ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഒരു നോ ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ എനിക്കൊരു നല്ല HD+ ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഫുൾ ബ്രൈറ്റ്നസ്സാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. വെയിലത്തൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ കളറും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഫുൾ ബ്രൈറ്റ്നസ്സാണ് ഫോൺ ഞാൻ വെച്ചിരിക്കുന്നത്. വ്യൂയിങ് ആണെങ്കിൽ കുറച്ച് കുറവാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാലും ഓക്കെയാണ്. എനിക്ക് ഡിസ്പ്ലേയിൽ നമ്മൾ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡ്രോബാക്സ് ഒന്നും അങ്ങനെ പറയാനില്ല. സൈഡിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സിം ഡ്രൈവ് വരുന്നുണ്ട്. ഇതിൻ്റെ സിം ഡ്രൈവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, 2 സിം കാർഡ് ഒരു മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യും. 512 GB വരെ എക്സ്പാൻഡബിൾ ആണ്. എക്സ്റ്റേണൽ മെമ്മറി കാർഡ് യൂസ് ചെയ്താൽ അത്രയും വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. താഴത്തോട്ട് വരികയാണെങ്കിൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 3.5mm ജാക്ക് വരുന്നുണ്ട്. അതുപോലെ മൈക്ക് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം, അതിൻ്റെ താഴത്ത് പവർ ബട്ടൺ വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ടുള്ളത്. മുകളിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിലായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. ഒരുപാട് സ്പീഡിലൊന്നുമല്ല, ഇത്രയും ടൈം എടുക്കുന്നുണ്ട് ഓണായി വരാൻ. പക്ഷേ ഒരുപാട് ലാഗൊന്നുമല്ല, ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും സ്പീഡാണ്. ജസ്റ്റ് ഒരു മൈന്യൂട്ട് ലാഗ് ഉണ്ടെന്ന് പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാം. ഇതിൻ്റെ അത് എത്രമാത്രം സ്പേസ് അവൈലബിൾ ആണെന്ന് നോക്കാം. ഇതിൻ്റെ 2 വേരിയൻറ്റ് അവൈലബിൾ ആണ്. 2GB 32GB, അതുപോലെ 3GB റാമും 32GB. ഇപ്പോൾ 32GB ഏകദേശം 8.8 GB യൂസാണ്. ഏകദേശം 23.2 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് ഒരുപാട് ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ ആപ്പും ഇതിൻ്റെ അകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സ്പേസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആൻഡ്രോയിഡിൻ്റെ 12 തന്നെ, ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വെർഷനാണ്. ആൻഡ്രോയിഡ് 12 തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തുമാത്രം ടൈം എടുക്കും ഫോൺ റീസ്റ്റാർട്ടായി വരാൻ. നമുക്ക് ഒരുപാട് ഫാസ്റ്റാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ A22 എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ പ്രോസസ്സറാണ്. അപ്പോൾ നോർമൽ യൂസിന് ഓക്കെയാണ്. പക്ഷേ എന്തുമാത്രം ടൈം എടുക്കുമെന്ന് നമുക്ക് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ആപ്സ് ഒന്ന് ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ഡയലർ, മെസ്സേജ്, വാട്സപ്പ്, അതുപോലെ സിമ്പിൾ ആപ്സ് പെട്ടെന്ന് നിങ്ങളൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ മീൻവൈൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയിലോട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്.
ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബാറ്ററിയിൽ നമുക്ക് ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ചാർജ് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 10% നോർമൽ ചാർജിങ്ങാണ് വന്നിരിക്കുന്നത്. അത് കാരണം തന്നെ 2 മണിക്കൂറിന് മുകളിലെടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. ഇതുവരെ റീസ്റ്റാർട്ടായിട്ട് വന്നിട്ടില്ല. എൻട്രി ലെവൽ പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഇത്രയും ടൈം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊരു എൻട്രി ലെവൽ മൊബൈലായിട്ട് തന്നെയാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ മിക്ക ബ്രാൻഡുകളും 10,000 താഴത്തോട്ട് മൊബൈലിൽ ഇറക്കുന്നില്ല. അപ്പം 10,000 മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫോൺ ഓണായി വന്നിട്ടുണ്ട്, അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആപ്സൊക്കെ തുറന്ന് കാണിച്ചു തരാം. ഡയലർ, അതുപോലെ കുറച്ച് സിമ്പിൾ ആപ്സ് നിങ്ങൾ തുറന്ന് കാണിച്ചു തരാം. എന്തുമാത്രം സ്പീഡ് എടുക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഡയലർ ഓപ്പണാക്കി, മെസ്സേജ് ഓപ്പണാക്കി. അപ്പോൾ ഇത്രയൊക്കെ ടൈം എടുക്കും ആപ്സ് ഓണായി വരാം. ചെറിയൊരു സ്ലോനെസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ടെക്നോ പോപ്പ് 6 പ്രോയുടെ അൺബോക്സ് ചെയ്യുന്നു, അതും ഏകദേശം ഈ ടൈം തന്നെ എടുക്കും. ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിലൊരു 8 MB ക്യാമറ വരുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ടെക്നോ പോപ്പ് 6-നെക്കാട്ടി ഒരു ബെറ്റർ ക്യാമറ ആയിട്ടാണ് തോന്നിയത് ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല ഫോട്ടോ, നല്ല ഷാർപ്പ്നെസ് ഉള്ള അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. 8 MB HD ക്യാമറയാണ് ഇത് കൊടുത്തിട്ടുള്ള. ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ അത് വന്ന് 5 MP. ഇത്രയൊക്കെ കാര്യങ്ങളാണ് റെഡ്മി A1 പ്ലസിനെ പറ്റി പറയാനുള്ളത്. A1 ഒരു നല്ല മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് വെർഷനാണ് A1 പ്ലസ് വരെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 10,000 ഒരു 10,000 താഴെയുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോൺ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും